ഇന്ത്യയിൽ നിന്ന് ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച നഗരം. യുനെസ്കോ പുറത്തുവിട്ട 55 നഗരങ്ങൾ ഉൾപ്പെടുന്ന ക്രിയേറ്റീവ് സിറ്റികളുടെ പട്ടികയിൽ ഇടം പിടിച്ച നമ്മുടെ സ്വന്തം കോഴിക്കോട്. 2023 ഒക്ടോബർ 31 രാത്രിയോടെ കേരളപ്പിറവി സമ്മാനമെന്നോണം കോഴിക്കോടിന് ലഭിച്ചതായിരുന്നു സാഹിത്യ നഗരം എന്ന പൈതൃക പദവി. ഒടുവിൽ 2024 ജൂൺ 23 ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്തു കിടക്കുന്ന ഒരു സംസ്ഥാനത്തിലെ വടക്കുള്ള ഒരു ചെറുനഗരം സ്ഥാനം പിടിച്ചത് വെറുതെയല്ല. കോഴിക്കോട്ടുകാർക്ക് ഭക്ഷണം മാത്രമല്ല, സംഗീതവും സാഹിത്യവും പ്രിയപ്പെട്ടതാണ്, ജീവിതത്തോട് ചേർന്നു നിൽക്കുന്നതാണ് എന്നതിൻ്റെ ഊട്ടിയുറപ്പിക്കൽ കൂടിയായിരുന്നു ഈ നേട്ടം. നിരവധി ഗ്രന്ഥശാലകളുടെയും പുസ്തക പ്രസാധകരുടെയും കേന്ദ്രം. എസ്.കെ. പൊറ്റേക്കാടും ഉറൂബും M.T. വാസുദേവൻ നായരും വൈക്കം മുഹമ്മദ് ബഷീറും തിക്കോടിയനും P. വത്സലയും N.P. മുഹമ്മദും N.N. കക്കാടും മുതൽ ഇങ്ങോട്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും പിന്നിട്ട് സുഭാഷ് ചന്ദ്രനും കടന്നു നിൽക്കുന്ന എഴുത്തുകാരുടെ നീണ്ട നിര തന്നെയാണ് കോഴിക്കോടിന്റെ സാഹിത്യമുഖങ്ങളായി ആദ്യം മനസ്സിലേക്ക് വരിക. 2023 ഒക്ടോബർ 31 ലോക നഗര ദിനത്തിൽ കോഴിക്കോടിന് യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിക്കുന്നു. യുനെസ്കോ പുറത്തിറക്കിയ 55 നഗരങ്ങൾ ഉൾപ്പെടുന്ന ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് എന്ന പട്ടികയിലായിരുന്നു കോഴിക്കോട് ഇടം പിടിച്ചത്. നഗരത്തിന്റെ സാഹിത്യ പൈതൃകം കണക്കിലെടുത്തായിരുന്നു ഈ പദവി നൽകിയത്. 2024 ജൂൺ 23 ഔദ്യോഗികമായി ഇതിന്റെ പ്രഖ്യാപനവും നടക്കാൻ പോകുന്നു. വൈവിധ്യമാർന്ന സാഹിത്യ സാംസ്കാരിക പരിപാടികൾ, കൂട്ടായ്മകൾ, സംവാദങ്ങൾ, ലൈബ്രറികൾ, വായനയ്ക്കായുള്ള ഇടങ്ങൾ, നാടകരംഗത്തെ സജീവ പങ്കാളിത്തം, എഴുത്തുകാർ, പ്രസാധകർ, മാധ്യമങ്ങൾ, ഇങ്ങനെ കോഴിക്കോടിനെ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചതിന് പിന്നിൽ കാരണങ്ങൾ ഒരുപാടുണ്ട്. ചർച്ചകൾക്കും സംവാദങ്ങൾക്കും കോഴിക്കോടിന് ഒരു പ്രത്യേക വേദി വേണമെന്നില്ല. മാനാഞ്ചിറ സ്ക്വയറോ കുറ്റിച്ചിറയോ ബീച്ചോ അങ്ങനെ ചെന്നെത്തുന്നിടം സാംസ്കാരിക സംഗമത്തിന്റെ വേദിയാക്കി മാറ്റുകയാണ് ഇവിടുത്തുകാർ. എന്തുകൊണ്ട് കോഴിക്കോടിന് ഈ പദവി നൽകണം എന്ന ചോദ്യത്തിന്മേലുള്ള പഠനങ്ങൾ, എഡിൻബർഗ്, പ്രാഗ് പോലുള്ള സാഹിത്യ നഗരങ്ങളുടെ പ്രതിനിധികളുമായുള്ള നീണ്ട ചർച്ചകൾ, എല്ലാത്തിനും ഒടുവിലായിരുന്നു സാഹിത്യ നഗര പദവി എന്ന ഈ നേട്ടം. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷന്റെ 2 വർഷത്തോളം നീണ്ട പ്രവർത്തനങ്ങളാണ് ഈ നേട്ടത്തിലേക്കുള്ള യാത്രയിൽ ചുക്കാൻ പിടിച്ചത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കില മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോർപ്പറേഷന്റെ നീക്കങ്ങൾ. 2021 ഡിസംബറിൽ കോർപ്പറേഷൻ ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഒടുവിൽ 2023 ഒക്ടോബറിൽ ഫലം കണ്ടു. കോഴിക്കോട് NITയും ഈ ഉദ്യമത്തിൽ കോർപ്പറേഷനൊപ്പം നിന്നു. ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ പ്രാഗ് ആയിരുന്നു യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ലോകത്തിലെ ആദ്യ നഗരം. 2014 ഇത്. അതുകൊണ്ട് പ്രാഗ് യൂണിവേഴ്സിറ്റിയുടെ സഹായവും നേട്ടത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ തേടിയിരുന്നു. കോഴിക്കോട്ട് 500-ലേറെ ഗ്രന്ഥശാലകളും 70-ലേറെ പുസ്തക പ്രസാധകരുമുള്ളതായി പ്രാഗ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥിനിയായ ലുദ്മില കൗലച്ചോവ കണ്ടെത്തിയിരുന്നു. നഗരഹൃദയമായ മിഠായി തെരുവിലേക്ക് ജനങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ചിരിച്ചു നിൽക്കുന്നത് പോലും എസ്.കെ. പൊറ്റേക്കാടിന്റെ പ്രതിമയാണ്. തൊട്ടടുത്ത് മാനാഞ്ചിറ സ്ക്വയറിൽ നാടക കുലപതി K.T. മുഹമ്മദിനോടുള്ള ആദരസൂചകമായുള്ള പ്രതിമയും ബഷീറിന്റെ പാത്തുമ്മയുടെ ആടുമുണ്ട്. സാഹിത്യ നഗരം എന്ന പദവി കോഴിക്കോടിന് മുന്നിൽ തുറന്നിടുന്നത് നിരവധി സാധ്യതകളാണ്. അതിലൊന്നാണ് ലിറ്റററി ടൂറിസം. തുഞ്ചത്തെഴുത്തച്ഛന്റെ നഗരമായ മലപ്പുറത്തെ തിരൂർ മുതൽ കോഴിക്കോട്ടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്വന്തം ബേപ്പൂർ വരെ സാഹിത്യ സർക്യൂട്ട് വിപുലീകരിക്കുന്നതുൾപ്പെടെ ഈ ലിറ്റററി ടൂറിസം പ്ലാനിങ്ങിന്റെ ഭാഗമായി പ്രാരംഭ ചർച്ചകളിലുണ്ട്. അതെ, കോഴിക്കോട് എന്ന ഈ ദേശത്തിനും ഇവിടുത്തെ തെരുവുകൾക്കും ഒരുപാട് കഥകളുണ്ട് പറയാൻ. 2024 ജൂൺ 23 വൈകിട്ട് 5:30 കണ്ടംകുളത്തെ മുഹമ്മദ് അബ്ദുറഹിമാൻ ജൂബിലി ഹാളിൽ വെച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി, യുനെസ്കോയുടെ ലോക പൈതൃക നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. ലോക സാഹിത്യ ഭൂപടത്തിൽ കോഴിക്കോടിനെ അടയാളപ്പെടുത്തുമ്പോൾ ഈ നേട്ടം കോഴിക്കോടിനും നമ്മൾ മലയാളികൾക്കാകെയും ആഘോഷിക്കാനുള്ളതാണ്.